എന്തായാലും ഓണം ആഘോഷം കഴിഞ്ഞ് ആലപ്പുഴക്കാരുടെ ഓണാഘോഷം ഏകദേശം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രമേൽ ആവേശത്തിലാണ് ആലപ്പുഴക്കാർ. പുന്നമടക്കായൽ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിനൊപ്പം വള്ളവും മുമ്പോട്ട് പോകുന്ന രീതിയിൽ ആവേശത്തോടെ ആർത്ത് തിമിർത്ത് തന്നെയാണ് അവരുടെ ഈ ഒരു ജലാവേശം മുന്നോട്ട് പോകുന്നത്. അത്രമേലൊരു സന്തോഷം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കാരണം അത്രമേൽ ആൾക്കാരും ബഹളവും പാട്ടും കുട്ടികളും അടക്കം ഒരു ബഹളത്തിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ബഹളത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഇതിൻ്റെ അണിയറയിൽ കുറേ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. അവരിലേക്കും കൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇതിന്റെ തീം സോങ്ങിന്റെ ആൾക്കാരിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യം അവരിലേക്ക് തന്നെ എത്തുകയാണ്. ചേട്ടാ, എത്രത്തോളം ആവേശത്തിലാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ്? എന്തായാലും അറിയാം, വളരെയധികം ഒരു ആവേശം വളരെയധികം കൂടി നിൽക്കുന്ന സമയമാണെന്ന് അറിയാം. എങ്കിലും എത്രത്തോളം തന്നെയുണ്ട് ഒരു തീം സോങ്ങിന്റെ ഒക്കെ ഒരു അണിയറയിൽ പ്രവർത്തിച്ചതിന്റെ ഒരു ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഇത്തവണ വള്ളംകളി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് കരുതിയ സംഭവം നമ്മൾ ഇപ്പം വീണ്ടും നടത്താൻ സർക്കാർ തീരുമാനിച്ചു. പക്ഷേ ആദ്യമുണ്ടായിരുന്ന ആ ഒരു ആവേശം അതുപോലെ തന്നെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും, കുട്ടനാട്ടുകാരും ഒന്നടങ്കം ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഇതിപ്പോൾ പ്രമോദ് ചേട്ടന് ഇവിടെ ഉണ്ട്, പിന്നെ ഇതിൻ്റെ നമ്മുടെ പാട്ട് സംവിധാനം ചെയ്ത മ്യൂസിക് ഡയറക്ടറുണ്ട്. എല്ലാവരും കൂടെ ഞങ്ങളിവിടെ ഒരു അടിച്ചുപൊളി ഒരു ആവേശം തന്നെ ഇവിടെ നടത്തുകയാണ്. ശരിക്കും നല്ല ആഘോഷത്തിലും ആവേശത്തിലുമാണ്. അടിപൊളി. ഈ വർഷം കുറച്ചും കൂടെ കൂടുതൽ കനക്കാനുള്ള സാധ്യതയുണ്ടോ? ആവേശം കുറച്ചുകൂടെ കൂടുതലായിരിക്കും, ഒരു പടിയെങ്കിലും മുൻപിലായിരിക്കും ഈ പ്രാവശ്യം. മുന്നില്ല. ആര് കപ്പടിക്കണമെന്നാണ് ചെറുതായിട്ടെങ്കിലും മനസ്സിലുള്ളിലുള്ള ഒരു ആഗ്രഹം? എന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞാൽ കാരിച്ചാല് ജയിക്കണം. തുടർച്ചയായിട്ടുള്ള അവരുടെ വിജയം ഈ വർഷവും അങ്ങോട്ട് എങ്ങനെ അടിച്ചു കയറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതെ. ഇല്ല, അതൊരു ആവേശമില്ല. ഇതിലെ തേടിയ വള്ളി കണ്ടില്ലേ, ഈ തേടിയ വള്ളി കാര്യം ചുറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെച്ച് പുള്ളിക്ക് വലിയ ഇതായില്ലയോ, ഈ പുള്ളി കാണത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പുള്ളിയോടെ നമ്മൾ ഞങ്ങൾ അടിച്ചു പൊളിക്കല്ലേ, ഈ വർഷത്തെ ജലമേള അടിച്ചു പൊളിക്കുവാണ്. അത് ഇദ്ദേഹം പാട്ട് എഴുതി തീം സോങ് കഴിപ്പിച്ചു. പക്ഷെ ഒരു വള്ളംകളി പാട്ടിനുപരി ഒരു അടിച്ചുപൊളി പാട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. രണ്ടുപേര് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പ്രഷർക്ക് വേണ്ടി പാടിക്കൊടുക്കാൻ ഇദ്ദേഹം എഴുതിയ തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു. ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും വെല്ലുവിളി പുള്ളി എന്തോ വെള്ളം കത്തി തീ വാറും വള്ളം പായും നേരത്ത് കണ്ണിന് മുന്നിൽ കാണാ ഇടി മിന്നൽ തൂക്കും മിന്നാ പുള്ളി എഴുതി വെച്ചു. ഇതിന് സത്യം ആ വരിയോട് തന്നെ സത്യമാണ്. കാരണം അത്രയ്ക്കും ഒരു തീ പാറുന്ന രീതിയിലുള്ള ഒരു ബഹളമായിരിക്കും നടക്കുന്നത്. അപ്പൊ ആ ഒരു വരിയും കൂടെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഉറപ്പ് തന്നെയാണ്. ഇതിനെങ്ങനെ മ്യൂസിക് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട്. വെള്ളം കത്തി തീ പാറും വള്ളം പായും നേരത്ത് കണ്ണിൻ മുന്നിൽ കാണാം ഇടി മിന്നൽ തോക്കും മിന്നായും. എന്നിട്ട് ഒഴുകുന്ന പുഴയതിലരി എരുവോളം തല്ലി എറിയുന്ന തുടകളിലൊരു പെരുവീറും തല്ലി ഒന്നിച്ചു നിന്നിടാം പടപട തുരുതുര തുഴകളും അറിയാം ഒന്നായി മുന്നേറാം ജലമണി കണികകൾ അടിമുറി വീഴാം കണ്ടോടാ 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 എടമോനെ വരുന്നോടാ മോനെ പുന്നമടക്കായലിൽ വള്ളംകളി കാണാൻ എടമോനെ വരുന്നോടാ മോനെ പുന്നമടക്കായലിൽ കള്ളംകളി കാണാൻ കണ്ടോടാ 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 ആവേശം തിരതല്ലുമ്പോൾ ആകാശം മുട്ടുമടക്കി ആഘോഷ പെരുമഴയാകും ആലപ്പുഴ ഇന്ന് നമ്മുടെ ആലപ്പുഴ ഇന്ന്. ആവേശം തിരതല്ലുമ്പോൾ ആകാശം മുട്ടുമടക്കി ആഘോഷ പെരുമഴയാകും ആലപ്പുഴ ഇന്ന് നമ്മുടെ ആലപ്പുഴ ഇന്ന്. ആലവട്ടം വീലി വീഴ്ത്തി പുഴകളിൽ നിന്നൊരു തുഴകളുയർത്തി ചാമരങ്ങൾ വീശി വീഴ്ത്തി കരകളിൽ നിന്നൊരു ആർപ്പു വീഴ്ത്തി ചുണ്ടന്മാർ മുന്നേറുന്നൊരു പുതപുളകുന്ന നേരം കണ്ടോടാ 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 എടമോനെ വരുന്നോടാ മോനെ പുന്നമടക്കായലിൽ വള്ളം കളി കാണാൻ എടമോനെ വരുന്നോടാ മോനെ പുന്നമടക്കായലിൽ വള്ളം കളി കാണാൻ കണ്ടോടാ 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 കണ്ടോടാ. അത് തന്നെയാണ് കണ്ടോടാ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. ഈ പുന്നമടക്കായൽ ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇതുപോലെ ഈ ആവേശം അല്ലെങ്കിൽ ഈ വള്ളംകളി കാണാത്തവർക്ക് ഈ പാട്ടിലൂടെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. എത്രത്തോളമാണ് ഇവിടുത്തെ ആവേശം എന്ന് പറയുന്ന ആൾക്കാർക്ക്, ആലപ്പുഴക്കാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഈ വള്ളംകളി എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചത് ഇതുപോലുള്ള പ്രഗത്ഭരായിട്ടുള്ള കുറേ ആളുകളാണ്. ഒപ്പം തന്നെ ആലപ്പുഴക്കാരുടെ അവരുടെ ഒരു ജീവിതവും അവരുടെ ഒരു കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ അത്രമേൽ ഊട്ടി ഉറച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികളും ആഘോഷങ്ങളും ആവേശവും ഒക്കെ ആയിട്ട് വളരെയധികം
തകൃതിയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് വർഷങ്ങളായിട്ടുള്ള ആലപ്പുഴക്കാരുടെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ആവേശം തന്നെയാണ് ഇന്ന് ഈ വള്ളംകളിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഏകദേശം കുറേ ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലൂടെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. വൈകുന്നേരത്തോട് അടുക്കുമ്പോഴേ നമുക്കൊരു ആവേശത്തിലേക്ക് എത്രത്തോളം ആൾക്കാരിലേക്കും തന്നെ എത്താൻ സാധിക്കുള്ളൂ. ഓരോ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, ഒരു തിരക്കിലേക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പം ഈ പ്രാവശ്യവും ചേട്ടൻ എന്ത് തോന്നുന്നു, ആരായിരിക്കും അടിക്കാൻ സാധ്യത? കാരിച്ചാല്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കങ്ങനെ എല്ലാവരും ഒരുപോലെ തന്നെ ഒരുപാട് ട്രയൽ ചെയ്തിട്ട് വല്ല വാശിയേറിയ ഒരു മത്സരമാണ്. ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇത്തവണ. അതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഈ കാരിച്ചാൽ ജയിക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഒത്തൊരുമിച്ച് തോപ്പിക്കണം പറഞ്ഞ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ ഒരിക്കലും മറ്റു തോൽക്കുന്നവരല്ല ജയം, തോൽക്കുന്നവർ ജയിക്കണ്ടായോ? ഈ ഒരു വള്ളങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കളിക്കുന്നവരുടെ മാത്രമല്ല, കളിപ്പിക്കുന്നവരുടെയും കൂടെ ഒരു കളി കൂടെയാണ്. കാരണം അത്രമേലൊരു ആവേശം നമുക്കുണ്ടാവണം. കാരണം എത്ര പേര് വള്ളത്തിലുണ്ടോ അതിനധികം ആൾക്കാരാണ് ഇതിന് ചുറ്റും കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ആവേശത്തിനൊപ്പം നിന്നുകൊണ്ടാണ് ഈ വള്ളത്തിൽ അവർ തുഴയെറിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഓരോ തുഴ അവരെറിയുമ്പോഴും എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ മനസ്സിലായിരിക്കും ആവേശം കുറച്ചും കൂടെ കൂടുക. ആ ആവേശത്തിലാണ് നമ്മൾ സന്തോഷത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോകും. എന്തായാലും എല്ലാ വട്ടത്തെയും പോലെ ആര് കപ്പടിക്കും എന്നൊരു ഒറ്റ ചോദ്യത്തിനാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും കാത്തിരിക്കുന്നത്. ആര് കപ്പടിച്ചാലും അത് ആലപ്പുഴയ്ക്ക് ഒരു സ്വന്തം തന്നെയാണ്. കാരണം ആര് കപ്പ് കൊണ്ടുപോയാലും നമുക്ക് സന്തോഷം തന്നെയാണ്. ഇനി ഇതുപോലുള്ള കുറേ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സന്തോഷം തോന്നുന്ന കുറേ ആൾക്കാരെ കാണാനുണ്ട്. അപ്പം അത്തരം കാഴ്ചകളിലേക്ക് നമുക്ക് വീണ്ടും എത്താം, കാണാം.